എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. 5 മിനിറ്റ് പോലും നമുക്ക് ഈ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അതുമാത്രമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യവുമില്ല. പ്രഷർ കുക്കറിലാണ് ഈ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഉരുളിയിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാൽപ്പായസത്തിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റായിട്ട് ഈ പാൽപ്പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനുള്ള പ്രഷർ കുക്കർ എപ്പോഴും നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കണം. ഞാനിവിടെ സാധാരണ പശുവിൻ്റെ പാലാണ് പായസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പാക്കറ്റ് പാലാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല് നോക്കി വേണം എടുക്കാൻ. കുറച്ച് പഴകിയ പാലാണെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് അരിക്ക് വേണ്ട പാലും പഞ്ചസാരയുമാണ് എടുക്കുന്നത്. 1/2 കപ്പ് അരി കൊണ്ട് ഏകദേശം ഒരു 7 പേർക്കോ 8 പേർക്കോ കുടിക്കാനുള്ള പായസം കിട്ടും. അതിനു വേണ്ടിയിട്ട് 6 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയുമാണ് ആവശ്യം. ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാരയായിരുന്നു ഇട്ട് കൊടുത്തത്. അത് മധുരം പോരാത്തതുകൊണ്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. പഞ്ചസാര ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അടിയിൽ പിടിക്കാതെ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് തിള വരുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കാം. പാലിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഇത് അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കും. ആ ഒരു പാകത്തിൽ വേണം കുക്കർ അടുപ്പത്ത് വയ്ക്കാൻ. ലോ ഫ്ലെയിമിലാക്കി ഇതുപോലെ 1 മണിക്കൂർ ഈ പാല് അടുപ്പത്ത് തന്നെ വെക്കാം. ഈ സമയത്ത് ഇത് ഇളക്കി കൊടുക്കുകയോ തുറന്നു നോക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പാകമായിട്ട് കിട്ടും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇതുപോലെ ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റൗ ഓഫാക്കിയായിരുന്നു. അതിനുശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഈ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ അടുപ്പത്തിരുന്ന് ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ടേസ്റ്റായി വന്നിട്ടുണ്ട്. കളറും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പായസത്തിൻ്റെ അരിയാണ്. ഞാനിവിടെ ചെറിയ വലിപ്പമുള്ള പച്ചരിയാണ് പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പായസം അരിയെന്നും ഉണക്കലരി എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ആ അരി പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് പായസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത്രയും അരി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകിയ പായസമാണ് കിട്ടുന്നത്. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പായസം വേണമെന്നുള്ളവർക്ക് 2-3 ടേബിൾ സ്പൂൺ അരി ഇതിൽ നിന്ന് മാറ്റാം. അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 250 മില്ലി വെള്ളം. വെള്ളത്തിന് പകരമായിട്ട് പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അരി ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരും എടുക്കുന്ന അരിയുടെ വ്യത്യാസം അനുസരിച്ച് പായസത്തിൽ കുറച്ച് വ്യത്യാസം വരും. പായസം വല്ലാതെ കുറുകി പോകുകയാണെങ്കിൽ കുറച്ച് പാലും പഞ്ചസാരയും വേറെ തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസം ഇനി ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് അടച്ചു വെക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇതുപോലെ ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ വിസിൽ കേൾക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇനി വിസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് തീ ഒന്ന് കത്തിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് പായസം വെക്കാം. ഇനി ഈ പായസം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയോ തുറന്നു നോക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ ഇത് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് തീ ഓഫ് ചെയ്തു. ഇനി ഈ പായസം എങ്ങനെയായെന്ന് തുറന്നു നോക്കാം. പായസം തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. പായസത്തിൻ്റെ കളറൊക്കെ മാറി ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കളറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. നല്ല തിരക്കൊക്കെയുള്ള സമയമാണെങ്കിൽ നമുക്ക് പായസത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കുറച്ച് കുറുകിയ പായസമാണ് കിട്ടിയിരിക്കുന്നത്. ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അരിയുടെ അളവ് കുറയ്ക്കുകയോ പാലിൻ്റെ അളവ് കൂട്ടുകയോ ചെയ്യാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.